രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനി വാലി രാധാറാണി കി ജയ്. രാധയുടെ പ്രണയം 103ാമത്തെ എപ്പിസോഡാണ്. ഞാൻ തെറ്റി, കഴിഞ്ഞ 102ാമത്തെ എപ്പിസോഡിനെ 103 എന്ന് പറഞ്ഞു, പക്ഷെ തമ്പനിയിൽ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് 103ാമത്തെ എപ്പിസോഡാണ്. അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കൃഷ്ണന്റെ രാധ, രാധയുടെ കഥ ആദ്യം തൊട്ട് കേൾക്കാൻ താല്പര്യമുള്ളവർ പ്ലേലിസ്റ്റ് എടുക്കുക. പുതിയ സബ്സ്ക്രൈബേഴ്സ് ഇപ്പം തൊട്ടങ്ങോട്ട് മുന്നോട്ട് എന്ത് ചെയ്യുക, കണ്ടു തുടങ്ങുക. സമയം കിട്ടുമ്പോൾ നിങ്ങൾ ഒന്നേന്ന് തുടങ്ങുക. നമ്മുടെ ഇതിനകത്ത് സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ അതിൻ്റെ വീഡിയോസ് കാണുക. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലങ്ങൾ നിങ്ങളത് കാണുക. ജ്യോതിഷപരമായ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നെ വിളിക്കാൻ 9645333999. തികച്ചും സൗജന്യമാണ്. ചിലപ്പോൾ പെട്ടെന്നൊരു മറുപടി കിട്ടിയെന്ന് ഇരിക്കില്ല, കാരണം ആയിരക്കണക്കിന് പേരുടേതാണ് ഇങ്ങനെ വന്ന് കിടക്കുന്നത്. പക്ഷെ നിശ്ചയമായും നിങ്ങൾക്ക് എന്ത് ചെയ്യും, മുൻഗണനാക്രമം അനുസരിച്ച് നിങ്ങൾക്ക് മറുപടി കിട്ടിയിരിക്കും. പിന്നെ ഇതിനകത്ത് നിങ്ങൾ എല്ലാ തിങ്കളാഴ്ചയും നമുക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്, കേൾക്കണം. എല്ലാ ചൊവ്വാഴ്ചയും രാധാറാണിയുടെ കഥ, എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്. രാധയുടെ പ്രണയം കാണുന്നവർ നിശ്ചയമായും വ്യാഴാഴ്ചത്തെ അഷ്ടപതിയും കൂടെ കേൾക്കണം. അതോടുകൂടി നിങ്ങൾക്ക് സമ്പൂർണമായി ഗോലോകത്തേക്ക് പോകാനുള്ള വഴി തുറക്കുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു വീഡിയോ കേട്ടതുകൊണ്ടെന്നല്ല, നിങ്ങൾ രാധയുടെ പ്രണയം കാണുകയും അപ്പോൾ രാധാറാണിയിൽ ഭക്തി ഉറയ്ക്കുകയും
രാധാകൃഷ്ണന്മാരുടെ ശൃംഗാര ലീലകൾ കൃഷ്ണൻ ഏറ്റവും ഇഷ്ടമാണ്. കൃഷ്ണന്റെ ശൃംഗാര ലീലകൾ മറ്റുള്ളവർ കേൾക്കുകയും അവരത് സന്ധ്യയ്ക്ക് ജപിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ അഷ്ടപതി ശ്രദ്ധിച്ചു കേൾക്കുക. പുസ്തകമില്ലാത്തവർ വായിക്കണ്ട, ഉള്ളവർ എല്ലാ ദിവസവും അതെടുത്ത് വെച്ച് നിങ്ങൾ ഒരു ശ്ലോകമെങ്കിലും ഭഗവാന്റെ മുന്നിലിരുന്ന് ചൊല്ലുക. നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകും. മോക്ഷം കിട്ടാൻ ആഗ്രഹിക്കുന്നവർ വെള്ളിയാഴ്ചത്തെ ധർമ്മപദം നിശ്ചയമായും കണ്ട് അതനുസരിച്ച് പരമാവധി ജീവിക്കാനായി ശ്രമിക്കുക. അതേ കണക്ക് ഇതിനകത്ത് ഒരിടത്തൊരിടത്തൊരു അച്ഛനുണ്ടായിരുന്നു എന്ന വീഡിയോ കാണണം നിങ്ങൾ. ഏയ് അച്ഛ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ. ഈ വീഡിയോയും നിങ്ങൾ നിശ്ചയമായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം. പിന്നെ ഇതിനകത്ത് അഷ്ടാവക്ര ഗീതയുണ്ട്, നിങ്ങളത് കാണണം. അഷ്ടാവക്ര ഗീത നിങ്ങൾ കാണണം. ഭക്തമീരയുടെ കഥയുണ്ട്, ഇതെല്ലാം അതിനകത്തുണ്ട്. ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്. അപ്പം നിങ്ങൾക്ക് തല നിവർത്തി പിടിച്ച് നിന്ന് മറ്റുള്ളവരോട് സംസാരിക്കാൻ പറ്റും. ഹിന്ദുക്കളെ കുറിച്ച് ഓരോരുത്തർ പറയുന്ന കാര്യങ്ങൾ, ചില നെഗറ്റീവ്സ്, ശിവലിംഗത്തിൻ്റെ പ്രാധാന്യം, ഗണപതി, ഇതൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ രാധയുടെ പ്രണയത്തെക്കുറിച്ച് നിരവധി പേരാണ് അഭിപ്രായം അയച്ചു തന്നത്. അതിനകത്ത് കുറച്ച് പേര് അഭിപ്രായം അയച്ചു തന്നു. പക്ഷെ അഭിപ്രായം എങ്ങനെയൊന്നും മിസ്സായിപ്പോയി. അപ്പോൾ അത് എങ്ങനെ മിസ്സായെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. പിന്നിനി അത് വാട്സപ്പിൽ നിന്ന് തപ്പി എടുക്കാനും ഭയങ്കര പാടാണ്. ഗ്രൂപ്പിനകത്താണ്. അപ്പം അവരുടെ പേര് വെച്ച് ഞാനിത് ഇതിനകത്ത് ഇടുന്നുണ്ട്, അവരുടെ ആശംസകൾ ആരൊക്കെയാണെന്നുള്ളത്. അവരുടെ വോയിസ് മെസ്സേജ് ഒരിക്കൽ കൂടി അയച്ചു തന്നാൽ നിശ്ചയമായിട്ടും അത് ഞാൻ അടുത്ത ഇതിനകത്ത് കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിച്ചു തരുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പം നമുക്ക് തുടങ്ങാം. ഇതാ മറ്റുള്ളവരുടെ അഭിപ്രായം, അവരെ നിങ്ങളൊന്ന് കേട്ടുകൊള്ളൂ. അവരുടെ അഭിപ്രായം ഒരിക്കൽ കൂടി അയച്ചു തന്നാൽ ഞാൻ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും. കേട്ടുകൊള്ളൂ നിങ്ങൾ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 രാധ, മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 രാധേ, മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. അതുപോലെ കഠിന കൃഷ്ണഭക്തനായിരുന്ന ഞാൻ
എങ്ങനെയാണ് രാധാഭക്തനായതെന്നൊരു വീഡിയോ ഉണ്ട്. നിശ്ചയമായിട്ടും അത് കാണണം. ആവശ്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ അയച്ചു തരാം, പ്ലേലിസ്റ്റിനകത്തുണ്ട്. അപ്പം നമുക്ക് ആരംഭിക്കാം അല്ലേ. രുക്മിണിക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നി. കൃഷ്ണൻ തൻ്റെ മയക്കത്തിൽ രാധാറാണിയുടെ പേര് വിളിച്ചു പറയുകയാണ്. അപ്പോൾ രുക്മിണി ചോദിച്ചു, എന്തുകൊണ്ടാണ് അങ്ങ് എൻ്റെ കൂടെ കിടന്നിട്ട് രാധയുടെ പേര് വിളിച്ചു പറയുന്നത്? കൃഷ്ണനൊന്ന് പുഞ്ചിരിച്ചു. അപ്പൊ രുക്മിണി പറഞ്ഞു, ഞങ്ങൾക്കില്ലാത്ത എനിക്കില്ലാത്ത എന്തു പ്രത്യേകതയാണ് രാധയ്ക്കുള്ളത്? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രുക്മിണി, എൻ്റെ മനസ്സിൽ ഇപ്പൊ എന്താണെന്ന് എനിക്ക് പറയാമോ? അപ്പൊ രുക്മിണി പറഞ്ഞു, എന്താണ്? രാധ, അല്ലാതെ വേറെന്താ? അതല്ലേ ഉറക്കത്തിൽ കിടന്ന് വിളിച്ചു പറഞ്ഞത്. നീ പോയി ശൈബിയെ വിളിച്ചു കൊണ്ടുവാ. രുക്മിണി പോയി ശൈബിയെ വിളിച്ചു കൊണ്ടുവന്നു. വരുന്ന വഴിക്ക് തന്നെ ശൈബിയോട് കാര്യങ്ങളെല്ലാം രുക്മിണി പറഞ്ഞിരുന്നു. അപ്പോൾ ശൈബിയെ വന്നപ്പോൾ ചോദിച്ചു, ശൈബിയെ, ഇപ്പോൾ എൻ്റെ മനസ്സിൽ എന്താണ്? ശൈബിയ ഒരു പുഞ്ചിരിയോടുകൂടി പറഞ്ഞു, വൃന്ദാവനവും രാധയും. കൃഷ്ണൻ അപ്പോൾ ഒരു ഓല എടുത്തിട്ട് കൃഷ്ണൻ അതിനകത്ത് എന്തോ എഴുതി അവിടെ മാറ്റി വെച്ചിട്ട് പറഞ്ഞു, നോക്കൂ, എൻ്റെ മനസ്സിൽ എന്താണുള്ളതെന്ന് ഞാനിപ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾ രണ്ടുപേരും എന്നോട് ഓരോ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതിനുശേഷം കൃഷ്ണൻ എന്ത് ചെയ്തു? കൃഷ്ണൻ അല്പനേരം ഒന്ന് ധ്യാനത്തിലിരുന്നു. എന്നിട്ട് പറഞ്ഞു, രാധേ രാധേ, എൻ്റെ മനസ്സിലിപ്പോൾ എന്താണ്? എൻ്റെ മനസ്സിലിപ്പോൾ എന്താണ്? ഈ സമയത്ത് എന്ത് സംഭവിച്ചു? രാധയുടെ അടുക്കൽ നിന്നൊരു ശാരിക പറന്നു വരികയാണ്. ആ ശാരികയാണ് പിന്നീട് ശുഗനായത്. ആ ശാരിക പറന്നതിൻ്റെ ചിറകൊടിയച്ച് അടുത്ത് വന്നപ്പോൾ കൃഷ്ണൻ രുക്മിണി ദേവിയോട് പറഞ്ഞു, ജനാലകൾ തുറന്നിടൂ രുക്മിണി. രുക്മിണി ദേവി ജനാലകൾ തുറന്നിട്ടപ്പോൾ ആ ശാരിക വന്ന് കൃഷ്ണന്റെ കൈകളിലിരുന്നു. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, അതിൻ്റെ കാലിലെ കെട്ടഴിച്ചിട്ട് അതെന്താണെന്ന് രാധയ്ക്ക് രുക്മിണി ദേവിക്ക് വായിക്കാൻ കൊടുത്തു, ശൈബിക്കും വായിക്കാൻ കൊടുത്തു. എന്നിട്ട് രുക്മിണിയോട് പറഞ്ഞു, ഞാൻ എഴുതി വച്ചിരിക്കുന്നത് എന്താണെന്ന് നോക്കൂ. രുക്മിണി അതെടുത്ത് നോക്കി. രുക്മിണിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഈ സമയത്ത് ശൈബ്യ വന്നത് നോക്കി. ശൈബ്യ ഒന്ന് പുഞ്ചിരിച്ചു. കൃഷ്ണൻ ഒരു പുഞ്ചിരി വന്നു. കൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോൾ രുക്മിണിയുടെ അടുത്ത് പറഞ്ഞു, വായിക്കൂ രുക്മിണി. അപ്പൊ രുക്മിണി ദേവി പറഞ്ഞു, കൃഷ്ണ, നിന്റെ മനസ്സിൽ ഇപ്പോഴുള്ളത് എന്താണെന്ന് ഞാൻ പറയാം. കൃഷ്ണ, നീ ഉദ്ദേശിക്കുന്ന 5 പേര്, ആ 5 പേര് ദ്രൗപദിയുടെ വിവാഹത്തിന് എത്തുമോ ഇല്ലയോ എന്നതല്ലേ നിന്റെ മനസ്സിലുണ്ടായിട്ടുള്ളത്. കൃഷ്ണ, ഞാൻ നിന്നോട് പറയുന്നു, നിശ്ചയമായും എത്തിയിരിക്കും. അവിടെ നിന്നും അവരെ പുറപ്പെടാൻ വേണ്ട എല്ലാ ഏർപ്പാടുകളും ഉദ്ധവൻ ചെയ്തു കഴിഞ്ഞു. നീ അതിനെക്കുറിച്ചോർത്ത് വിഷമിക്കണ്ട കൃഷ്ണ. പക്ഷേ ഒരു കാര്യം കൃഷ്ണ, നീ സാത്യകയെ ശ്രദ്ധിക്കണം. നിനക്ക് സാത്യകയുടെ പുറത്തൊരു കണ്ണുണ്ടായിരിക്കണം കൃഷ്ണ. രുക്മിണിയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത് എന്തുകൊണ്ടാണ്? താൻ ഇത്രയും നാളും താൻ ഒരു രാജ്ഞിയാണ്, കൃഷ്ണന്റെ പ്രഥമ പത്നിയാണെന്ന് വിചാരിച്ചു. പക്ഷേ പ്രഥമ പത്നിയായ തനിക്ക് കൃഷ്ണന്റെ ഹൃദയം വായിക്കാൻ കഴിയുന്നില്ല. കൃഷ്ണന്റെ ഹൃദയം വായിക്കാൻ കഴിയാത്ത ഞാൻ എങ്ങനെ പ്രഥമ പത്നിയാകും? കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ പോലും വെറും ഒരു കാമുകിയായിട്ടുള്ള ഇടയ പെൺകുടി, ആ ഇടയ പെൺകുടിക്ക് വരെ കൃഷ്ണന്റെ ഹൃദയം വായിക്കാൻ കഴിയുന്നു. പക്ഷേ എനിക്ക് കഴിയുന്നില്ല. അതാണ് രുക്മിണിയുടെ കണ്ണുകൾ നിറഞ്ഞത്. ശൈബ്യ ഒന്ന് പുഞ്ചിരിച്ചു. കാരണം ശൈബ്യയ്ക്ക് അറിയാമായിരുന്നു, രാധയ്ക്കല്ലാതെ ഈ ലോകത്താർക്കും കൃഷ്ണന്റെ ഹൃദയം വായിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് ശൈബ്യ പുഞ്ചിരിച്ചത്. കൃഷ്ണനൊരു പുഞ്ചിരി വന്നു. അതിൻ്റെ കാരണം രുക്മിണിക്കും ശൈബ്യയ്ക്കും ബോധ്യമാക്കി കൊടുക്കുകയായിരുന്നു ആരാണ് രാധ.
എന്തുകൊണ്ടാണ് ഞാൻ ഉറക്കത്തിൽ രാധയുടെ പേര് വിളിച്ചു പറയുന്നത്? രുക്മിണിയെക്കാളും ശൈബിയെക്കാളും എന്തു മേന്മയാണ് സാക്ഷാൽ ശ്രീ രാധയ്ക്കുള്ളതെന്ന് ബോധ്യമാക്കി കൊടുത്തു. പക്ഷേ കൃഷ്ണന്റെ കണ്ണുകളിൽ നനവ് പടർന്നു. കാരണം തൻ്റെ ഹൃദയം വായിക്കാൻ അറിയാവുന്നവളെ താൻ എപ്പോഴോ ഒന്ന് മറന്നുപോയി. അവളെ തൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാതെ മധുരയിലേക്ക് വന്നു. ആ മധുരയിൽ വന്ന് രാജകുമാരിമാര് അവരെ വിവാഹം ചെയ്തു. ആ ഇടയ പെണ്ണിനെ ഞാൻ മറന്നുപോയി. പട്ടണത്തിൻ്റെ പളപളപ്പുള്ള ഈ രാജകുമാരിമാർക്കാർക്കും എൻ്റെ ഹൃദയം വായിക്കാൻ കഴിയുന്നില്ല. എൻ്റെ ഹൃദയം വായിക്കാൻ 8 വയസ്സ് മുതൽ എന്നോട് താടിപ്പാടി നടന്ന എൻ്റെ രാധയ്ക്ക് മാത്രമേ കഴിയൂ, വേറെ ആർക്കും കഴിയില്ല. അത് ഓർത്തിട്ടാണ് കൃഷ്ണന്റെ കണ്ണുകൾ നിറഞ്ഞു പോയത്. അപ്പൊ രുക്മിണി ദേവി ഒരു നിമിഷം പറഞ്ഞു, ഇതിനകത്ത് ഒരു കാര്യത്തോട് എനിക്ക് യോജിപ്പില്ല രാധ പറഞ്ഞതിനോട്. അപ്പോൾ കൃഷ്ണൻ ചോദിച്ചു, അതെന്താണ് രുക്മിണി ദേവി അങ്ങനെ ഒരു കാര്യം? അപ്പോൾ പറഞ്ഞു, നോക്കൂ, ഈ ഓലയിൽ രാധ പറഞ്ഞിരിക്കുന്നു സാത്യകിയുടെ പുറത്തൊരു കണ്ണ് വേണമെന്ന്. കൃഷ്ണ, സാത്യകി വിശ്വസ്തനാണ്. സത്യകന്റെ മകനായ സാത്യകി അങ്ങയുടെ വിശ്വസ്തനാണ്. ഒരിക്കലും അങ്ങയെ ചതിക്കില്ല, യാതൊരു സംശയവും വേണ്ട. പിന്നെന്തുകൊണ്ടാണ് രാധ ഇങ്ങനെ എഴുതിയത്? അവിടെ രാധയ്ക്ക് തെറ്റി കൃഷ്ണ. അപ്പോൾ ശൈബ്യ പറഞ്ഞു, രാധയുടെ മനസ്സ് ലോകത്താർക്കും വായിക്കാൻ കഴിയില്ല. എങ്കിലും സാത്യകി നമ്മുടെ വിശ്വസ്തനാണ്. സാത്യകി ഒരിക്കലും ചതിക്കില്ല. കൃഷ്ണന്റെ വലത് കൈയാണ് സാത്യകി. ആ സാത്യകിയിൽ ഒരു കണ്ണ് വേണമെന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് രാധ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രാധ എല്ലാം മുൻകൂട്ടി കാണുന്നവളാണ്. എങ്കിലും നിങ്ങൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കാരണം സാത്യകി എൻ്റെ വലം കൈയാണ്. സാത്യകിയിൽ ഒരു കണ്ണ് വേണമെന്ന് രാധ എന്തിനു പറയുന്നു? അവൻ ഒരിക്കലും എന്നെ ചതിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. നിങ്ങൾ പറയുന്ന ആ കാര്യത്തോട് ഞാൻ യോജിക്കുന്നു. എങ്കിലും ഞാൻ ആലോചിക്കുകയാണ്, രാധ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? അങ്ങനെ രുക്മിണി ഒരു ചെറിയ പുഞ്ചിരി രുക്മിണിയുടെ മുഖത്ത് വിടർന്നു. അതെ, ഈ ഒരു കൊച്ചു കാര്യത്തിൽ ഒരല്പം ജയം എനിക്ക് കിട്ടി. കൃഷ്ണന് പോലും രാധ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന ഒരു ചിന്ത വന്നു. രുക്മിണിക്ക് സന്തോഷമായി. രുക്മിണിയും ശൈബിയും അവിടെ നിന്ന് എഴുന്നേറ്റു പോയി. ഈ സമയത്ത് പൗഷമാസത്തിന്റെ 11ാമത്തെ ദിവസം കാമ്പില്യയിൽ നിന്നും ദ്രുപദന്റെ ദൂതന്മാര് വന്നിട്ട് പറഞ്ഞു, യാദവരെ ദ്രൗപദിയുടെ സ്വയംവരത്തിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട യാദവർ ദ്രൗപദിയുടെ സ്വയംവരത്തിൽ പങ്കുകൊള്ളണം. ആ സമയത്ത് തന്നെ അവരുടെ യോഗം ചേർന്നു. ആ യോഗം ചേർന്നിട്ട് അവര് പറഞ്ഞു, 3 പേര് ഇവിടുന്ന് പോകണം. ആ 3 പേരെന്ന് പറയുന്നത് 1 സാത്യകി, 2 കൃതവർമാവ്, 3 കൃഷ്ണൻ. പക്ഷേ നിങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കേണ്ട ആവശ്യമില്ല. പറഞ്ഞു തീരുന്നതിന് മുമ്പ് തന്നെ കൃഷ്ണൻ അത് അംഗീകരിച്ചു. കൃഷ്ണൻ പറഞ്ഞു, ഇല്ല, ഞാൻ മത്സരത്തിൽ പങ്കെടുക്കുന്നില്ല. പക്ഷേ സാത്യകിക്ക് വല്ലാത്ത അസ്വസ്ഥതയായി. സാത്യകി വിചാരിച്ചു, അതെന്തുകൊണ്ടാണ് കൃഷ്ണൻ അങ്ങനെ പറഞ്ഞത്? നോക്കൂ, കൃഷ്ണന് താല്പര്യമില്ല എങ്കിൽ പിന്നുള്ളത് ഞാനാണ്. എനിക്ക് ആ മത്സരത്തിൽ പങ്കെടുക്കാൻ പറ്റും. അവിടെ വെച്ച് എനിക്ക് ദ്രൗപദിയെ സ്വന്തമാക്കാൻ പറ്റും. ദ്രൗപദി ഒരു സ്ത്രീ രത്നം തന്നെയാണ്. പക്ഷേ കൃഷ്ണൻ ഇതിനെതിരെ ഒന്നും പറഞ്ഞില്ലല്ലോ. സാത്യകി വല്ലാത്ത അസ്വസ്ഥതയായി. സാത്യകി അത് മറ്റുള്ളവരോട് പങ്കുവച്ചു. നോക്കൂ, നമ്മൾ
നമ്മൾ യാദവ അഭിമാനികളാണ്. ഞാനും കൃതവർമാവും കൃഷ്ണനും അവിടെ വെറുതെ പോയി ഇരുന്നിട്ട് എന്തിനാണ് വരുന്നത്? എനിക്ക് പറ്റും ദ്രൗപദിയെ വിവാഹം കഴിക്കാൻ ആ മത്സരത്തിൽ ജയിച്ച്. പക്ഷെ എന്നെ അലട്ടുന്നത് കൃഷ്ണൻ എന്തുകൊണ്ടാണ് മത്സരത്തിൽ പങ്കെടുക്കണ്ട എന്ന് വസുദേവരും കൂട്ടരും പറഞ്ഞപ്പോൾ ഉടനടി സമ്മതിച്ചത്. എന്നിട്ട് സാത്വികി തന്നെ പറഞ്ഞു, അതേ, കൃഷ്ണൻ എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. കൃഷ്ണന്റെ ഉദ്ദേശം മനസ്സിലാക്കാൻ നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് മറ്റൊരു കാര്യവും കൂടെ അവിടെ ഉള്ളവര് ശ്രദ്ധിച്ചു. കൃതവർമാവും അതോടൊപ്പം തന്നെ സാത്വികിയും അവര് പുതിയ കുതിരകളെ വാങ്ങി, പുതിയ രഥം വാങ്ങി, ആയോധന വിദ്യകളിൽ പ്രാവീണ്യം നേടി കൂടുതൽ അതിനകത്ത് അവരെ അഭ്യാസ മുറകൾ നടത്താനായി തുടങ്ങി. ഇത് കണ്ടപ്പോൾ സത്രാജിത്തിനൊരു സംശയം. സത്രാജിത്ത് അല്ലെങ്കിലും കൃഷ്ണന്റെ പോക്കിൽ അത്ര തൃപ്തനല്ല. സത്രാജിത്ത് വിചാരിക്കുകയാണ്, ഈ യാദവര് ഒരു കാരണവശാലും ദ്രൗപദിയുടെ സ്വയംവരത്തിൽ പങ്കെടുക്കുന്നില്ല. പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ ആയോധന വിദ്യ വീണ്ടും അഭ്യസിക്കുന്നത്, മറ്റുള്ളവർക്ക് പരിശീലനം കൊടുക്കുന്നത്, പുതിയ കുതിരകളെ വാങ്ങിയത്, പുതിയ രഥം വാങ്ങിയത് എന്തിനു വേണ്ടിയാണ്? സത്രാജിത്ത് ചിന്തിക്കുകയാണ്, ഒരു പക്ഷേ പുഷ്കര തീർത്ഥം തിരിച്ചു പിടിക്കാനാണോ? അപ്പൊ സത്രാജിത്തിന്റെ ഉള്ളിലൊരു ചിരി വന്നു. അങ്ങനെയാണെങ്കിൽ കൃഷ്ണൻ നല്ലൊരു പാഠം പഠിക്കും. അപ്പുറത്ത് ഭീഷ്മരും ദ്രോണരും കർണനുമൊക്കെ ഉള്ള സൈന്യമാണ്. അപ്പോൾ ഈ സത്രാജിത്ത് വിചാരിക്കുകയാണ്, സാത്വികിയും അതോടൊപ്പം തന്നെ കൃതവർമാവും ഇതിനു വേണ്ടിയാണ് നിൽക്കുന്നത്. ഈ സമയത്ത് കാർത്തിക മാസത്തിൽ കൃതവർമാവ് എന്തു ചെയ്തു? കൃതവർമാവ് അവിടെ നിന്ന് അഗ്രവനത്തിലേക്ക് പുറപ്പെട്ടു. കൃതവർമാവ് മാത്രമല്ല, കൃതവർമാവിന്റെ കൂടെ ഒരു വലിയ സേനയുണ്ടായിരുന്നു. അവിടുത്തെ ചാരുതന് കൊടുക്കാനായിട്ട് കൃഷ്ണൻ പ്രത്യേക സന്ദേശങ്ങളും കൊടുത്തയച്ചു. അങ്ങനെ സാത്വികി മാത്രം അവശേഷിച്ചു. വീണ്ടും യാദവർക്ക് സംശയമായി, എന്തുകൊണ്ടാണ് കൃതവർമാവ് ഇത്രയും നേരത്തെ പോയത്? കൃഷ്ണനേക്കാൾ മുമ്പേ കൃതവർമാവ് പോയി. ഇവിടെ എന്തൊക്കെയോ സംഭവിക്കുന്നു. അടുത്തത് സത്രാജിത്താണ്. സത്രാജിത്ത് പോകാൻ നിശ്ചയിച്ചിരിക്കുന്ന ദിവസം വന്നു, മാർഗഴി മാസം. ആ മാർഗഴി മാസത്തിലെ ശുഭമുഹൂർത്തത്തിലാണ് സാത്വികി അഗ്രവനത്തിലേക്ക് പോകേണ്ട ദിവസം. അന്ന് രാവിലെ തന്നെ കൃഷ്ണൻ ഉണർന്ന് സാത്വികിയുടെ വസതിയിലേക്ക് വന്നു. അവർ ഒന്നിച്ചു കൂടേണ്ട സ്ഥലത്തേക്ക്, വസതിയല്ല, അവിടെ ഒന്നിച്ചു കൂടുന്ന സ്ഥലത്തേക്ക് വന്നിട്ട് സാത്വികിയെ യാത്ര അയക്കാൻ വന്നതാണ്. എല്ലാവരോടും പറഞ്ഞിരുന്നു, അന്ന് രാവിലത്തെ മുഹൂർത്തത്തിൽ സാത്വികിയും ഒരു കൂട്ടം സൈന്യവും അഗ്രവനത്തിലേക്ക് പോകും. പക്ഷേ കൃഷ്ണൻ അവിടെ വന്നപ്പോൾ ആരെയും കാണുന്നില്ല, സാത്വികിയെ കാണുന്നില്ല. സാത്വികി എവിടെ പോയി? അപ്പോൾ കൃഷ്ണൻ സാത്വികിയുടെ അടുത്തുള്ള മഹാരഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയാമോ? രഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5000 ഭടനുമായിട്ട് ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവൻ. അതിരഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 5000 × 12 അത്രയും പേരുമായി യുദ്ധം ചെയ്യാൻ കഴിവുള്ളവൻ ഒറ്റയ്ക്ക്. മഹാരഥി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിരഥി × 12 ഏതാണ്ട് 7,20,000 പേരുമായി ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്യാൻ കഴിവുള്ളവനാണ് മഹാരഥി. ആ മഹാരഥിയാണ് അഹൂകനും സാത്വികിയും പിന്നെ ഒരു പറ്റം സൈന്യവും കൂടെ പോകാനാണ് നിശ്ചയിച്ചത്. കൃഷ്ണൻ പറഞ്ഞു, അഹൂക എവിടെ? സാത്വികി എവിടെ അഹൂക? അപ്പോൾ അഹൂകൻ ആകെ നിരാശനായി. അഹൂകൻ പറഞ്ഞു, ഇതുവരെയായിട്ടും സാത്വികി വന്നിട്ടില്ല. സാത്വികി വന്നിട്ടില്ലേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. നീ സാത്വികിയുടെ വീട്ടിൽ തിരക്കിയോ? അപ്പോൾ പറഞ്ഞു, വീട്ടിൽ തിരക്കിയപ്പോൾ ഇന്നലെ രാത്രി
സാത്യകി വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. കൃഷ്ണൻ പറഞ്ഞു, എന്നോട് പറഞ്ഞത് അമ്മാവന്റെ വീട്ടിൽ പോകുമെന്നാണ്, എന്നിട്ട് തിരിച്ചു വരുമെന്നാണ്. അമ്മാവന്റെ വീട്ടിൽ അന്വേഷിച്ചോ? അപ്പോൾ പറഞ്ഞു, അമ്മാവന്റെ വീട്ടിൽ അന്വേഷിച്ചു. അവിടുത്തെ കാവൽക്കാരൻ പറഞ്ഞു, സാത്യകി അമ്മാവന്റെ വീട്ടിൽ വന്നു, പക്ഷേ ഭക്ഷണം കഴിക്കാൻ നിന്നില്ല. എന്ന് മാത്രവുമല്ല, അമ്മാവന്റെ വീട്ടിൽ വന്നിട്ട് തൻ്റെ തേരാളിയെ സാത്യകി പറഞ്ഞയക്കുകയും ചെയ്തു. അതിനുശേഷം അവിടെ നിന്ന് സാത്യകി രാത്രി നടന്നു പോകുന്നത് അവിടുത്തെ ആ കാവൽക്കാരൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഈ വാച്ച്മാൻ, അവിടുത്തെ കാവൽക്കാരൻ കണ്ടു. അയാൾ എന്നോട് പറഞ്ഞു. അപ്പോൾ കൃഷ്ണൻ വിചാരിച്ചു, സാത്യകി ഇങ്ങനെയാണ്, ഉള്ളിലുള്ളത് അവൻ പറയില്ല. അവൻ എന്തുകൊണ്ടാണ് തൻ്റെ തേരാളിയെ പറഞ്ഞു വിട്ടത്? അപ്പോൾ പറഞ്ഞു, അഹൂക, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത്? സാത്യകി ഒരിക്കലും ഉറങ്ങിപ്പോകുന്ന ആളല്ല, ഒരു കാരണവശാലും സാത്യകി ഉറങ്ങത്തില്ല. അപ്പോൾ അഹൂകൻ പറഞ്ഞു, എനിക്കും അതറിയാം. പിന്നെ എന്താണ് സാത്യകിക്ക് പറ്റിയത്? പിന്നെ എന്താണ് സാത്യകിക്ക് പറ്റിയത്? അഹൂകൻ പറഞ്ഞു, അറിയില്ല പ്രഭോ. അഹൂക, ഒരു കാര്യം ചെയ്യൂ, നിശ്ചിത സമയത്ത് നമ്മൾ പുറപ്പെട്ടിരിക്കണം അഹൂക. ഈ നിശ്ചിത സമയത്ത് നിങ്ങൾ പുറപ്പെടണം അഗ്രവനത്തിലേക്ക്. അപ്പോൾ അഹൂകൻ പറഞ്ഞു, അഗ്രവനത്തിലേക്ക് ഞങ്ങൾ പുറപ്പെടാം, പക്ഷേ ഞങ്ങളെ ആര് നയിക്കും? ഞങ്ങളെ ആര് നയിക്കും? ഞങ്ങളെ നയിക്കേണ്ട ആള് സാത്യകിയല്ലേ? കൃഷ്ണൻ പറഞ്ഞു, അഹൂക, കൃഷ്ണനാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ ഈ കൃഷ്ണൻ നയിക്കുന്നതായിരിക്കും അഹൂക. അഹൂകന്റെ മുഖം വിടർന്നു. പ്രഭു, അങ്ങ് നയിക്കുമോ? അതേ അഹൂക, ഞാൻ തന്നെ നയിക്കും. എന്നിട്ട് കൃഷ്ണന്റെ സംഘത്തിലെ മഹാരഥി ഗഡായെ വിളിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, ഞാൻ ദാ ഇന്ന് പുറപ്പെടുകയാണ്. നിങ്ങളും നിങ്ങളുടെ സൈന്യവും എത്ര ദിവസത്തിനുള്ളിൽ എൻ്റെ അടുക്കൽ അഗ്രവനത്തിലെത്താൻ പറ്റും? അപ്പോൾ പറഞ്ഞു, പ്രഭോ, 48 മണിക്കൂർ വേണ്ടി വരും. പറ്റില്ല, നാളെ വൈകുന്നേരം നിങ്ങൾ എല്ലാവരും എൻ്റെ അടുക്കൽ എത്തിയിരിക്കണം. കൃഷ്ണൻ പറഞ്ഞു, ബാഹുക. കൃഷ്ണന്റെ തേരാളിയാണ് ആരെന്ന് പറയുന്നത്? ബാഹുകൻ എന്ന് പറയുന്നത്. കൃഷ്ണൻ പറഞ്ഞു, ബാഹുക, തയ്യാറായിക്കൊള്ളൂ, തയ്യാറായിക്കൊള്ളൂ, നമുക്ക് പോകണം, നമുക്ക് പോകണം ബാഹുക. ബാഹുക, നീ ഒരു കാര്യം ചെയ്യ്, നീ രഥത്തിൽ നിന്ന് ഇറങ്ങിക്കൊള്ളൂ, നീ രഥത്തിൽ നിന്ന് ഇറങ്ങും ബാഹുക. ആ രഥത്തിന്റെ പേര് ഞാൻ തെളിക്കുന്നതായിരിക്കും അതിന്റെ കടിഞ്ഞാൻ. ബാഹുകൻ അതിൽ നിന്ന് മാറി കൃഷ്ണൻ രഥത്തിലേക്ക് ചാടിക്കയറി. ആ രഥം ചീറിപ്പായുകയാണ്, ചീറിപ്പായുകയാണ്. ബാഹുകൻ അമ്പരന്ന് പോയി. തേരാളിയായ ബാഹുകന് ഇത്രയും വേഗതയിൽ ഒരിക്കലും ഇത് ഓടിക്കാൻ കഴിയില്ല. അത്ര വേഗതയിലാണ് വരുന്നത്. ആ വേഗത കണ്ട് മറ്റുള്ളവർ അമ്പരന്ന് പോയി. ദ്വാരകയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അവിടെ ഉള്ളവർ അമ്പരന്നു. കൃഷ്ണൻ അകത്ത് കയറി. അകത്ത് കയറിയതിനു ശേഷം രുക്മിണി ദേവിയെ വിളിച്ചുണർത്തി. രുക്മിണി, നീ എഴുന്നേൽക്കൂ, നീ എഴുന്നേൽക്കൂ രുക്മിണി. രുക്മിണി എന്ത് ചെയ്തു? ഉറക്കം എഴുന്നേറ്റു. എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്താ പ്രഭു, എന്താണ് പറ്റിയത്? രുക്മിണി, നീ എൻ്റെ ശാർഗം വില്ലെടുക്കൂ, എൻ്റെ ചക്രായുധം എടുക്കൂ. ബാഹുക, എന്റെ ഗദ കൗമോദകമെടുത്ത് നീ രഥത്തിലേക്ക് വയ്ക്കൂ. അപ്പൊ രുക്മിണി ചോദിച്ചു, എന്താണ് പറ്റിയത്? എന്താണ് പറ്റിയത്? എന്നോട് പറയൂ, എന്താണ് പറ്റിയത്? കൃഷ്ണൻ പറഞ്ഞു, രുക്മിണി, രുക്മിണി, സാത്യകിയെ കാണാനില്ല, സാത്യകിയെ കാണാനില്ല. സാത്യകിയെ ആരോ തട്ടിക്കൊണ്ടുപോയതാണ്, ആരോ സാത്യകിയെ തട്ടിക്കൊണ്ടുപോയതാണ്. അപ്പൊ രുക്മിണി പറഞ്ഞു, എന്ത്? അതെ, നിങ്ങളുടെ വാക്കുകൾ വിശ്വസിച്ചതാണ് എനിക്ക് പറ്റിയ അബദ്ധം. നിങ്ങൾ 2 പെണ്ണുങ്ങൾ പറഞ്ഞതിനകത്ത് ഞാനും അല്പമൊന്നൊലഞ്ഞുപോയി. രാധ പറഞ്ഞതാണ്, രാധ പറഞ്ഞതാണ്
സാത്യകിയിൽ ഒരു കണ്ണ് വേണമെന്ന്. രുക്മിണി, നിനക്ക് മനസ്സിലായില്ലേ? രാധ ആരാണെന്ന് മനസ്സിലായില്ലേ? രാധയുടെ ചിന്തകളെ അളക്കാൻ ആർക്കും കഴിയില്ല, ആർക്കും കഴിയില്ല. രുക്മിണി, നിങ്ങൾക്ക് തെറ്റുപറ്റി. നിങ്ങളുടെ വാക്കുകളെ ഞാൻ വിശ്വസിച്ചത് എനിക്ക് പറ്റിയ അബദ്ധമാണ്. എന്നെ കുഞ്ഞുനാൾ തൊട്ടറിയാവുന്ന എൻ്റെ രാധ, ഞാൻ അവളെ ഉപേക്ഷിച്ചിട്ട് പോലും, നിങ്ങളുടെ വിവാഹം കഴിച്ചിട്ട് പോലും എനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന എൻ്റെ രാധ, എൻ്റെ സുരക്ഷയ്ക്ക് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ രുക്മിണി? രുക്മിണിയും ശൈബിയും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പക്ഷെ രാധ അങ്ങനല്ല. അവള് പ്രത്യേകം പരിശീലനം നേടിയ ആൾക്കാരുണ്ട് അവിടെ. കംസനെ വധിക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചപ്പോൾ അന്ന് സന്ദീപ മുനിയുടെ നേതൃത്വത്തിലാണ് അത് നടന്നത്. അവരെ ഞാൻ പോകുന്നിടത്തേക്ക് അവൾ വിദഗ്ധമായി അയക്കും. എൻ്റെ ഉദ്ദേശങ്ങൾ മനസ്സിലാക്കും. എനിക്കെതിരെയുള്ള ഒരു നീക്കം പോലും അവൾ മനസ്സിലാക്കും. അവൾ മനസ്സിലാക്കി ചാരന്മാരെ എൻ്റെ അടുക്കലേക്ക് അയക്കും. രുക്മിണി, അതാണ് രാധ, അതാണ് രുക്മിണി രാധ. നിനക്കറിയില്ല രാധേ. രുക്മിണി നമ്രശീർഷയായി നിന്നു, തല കുനിച്ച് രുക്മിണി നിന്നു. രുക്മിണിക്കൊന്നും മിണ്ടാനില്ല. നോക്കൂ, സാത്യകയെ ആരോ തട്ടിയെടുത്തിരിക്കുകയാണ്. രുക്മിണി, ഇത്രയും ദിവസം ഞാൻ ധർമ്മത്തെ തേടി നടക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് ധർമ്മം നിസ്സഹായനായി എന്നെ അഭയം പ്രാപിച്ചിരിക്കുന്നു. ധർമ്മം എന്നോട് പറയുന്നു, കൃഷ്ണ, ഞാൻ നശിക്കുകയാണ്, എന്നെ നീ രക്ഷിക്കൂ എന്ന് പറയുന്നു. ഞാൻ ധർമ്മത്തിന് പോവുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ബാഹുകനോട് പറഞ്ഞു, ബാഹുക, എൻ്റെ പടച്ചട്ട അണിയിക്കൂ, അതിനെന്നെ സഹായിക്കൂ ബാഹുക. ശാർങ്കമെടുത്തു, ചക്രായുധം തൻ്റെ എടുത്തിട്ട് പറഞ്ഞു, രുക്മിണി, കൃഷ്ണൻ ഒരു വാക്കു പറഞ്ഞാൽ വാക്കാണ്. കൃഷ്ണൻ മറ്റുള്ളവർക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ചേകിതനോട് ഞാൻ പറഞ്ഞിരുന്നു, ചേകിത, പുഷ്കര തീർത്ഥം നിനക്ക് വീണ്ടെടുത്തു തരുമെന്ന്. എനിക്ക് ആ വാക്കു പാലിച്ചേ പറ്റൂ. കാർക്കോടക രാജാവിനോട് ഞാൻ പറഞ്ഞു, അധികം താമസിയാതെ അവിടുന്ന് ആ യാദവര് നാഗക്കൂട്ടം വിടുമെന്ന് പറഞ്ഞു. എനിക്കത് പാലിച്ചേ പറ്റൂ. നോക്കൂ, ദ്രുപദനോട് ഞാൻ പറഞ്ഞിരുന്നു, അങ്ങയുടെ മകളുടെ സ്വയംവരം ഞാൻ നടത്തിത്തരുമെന്ന്. എനിക്ക് ആ വാക്ക് പാലിച്ചേ പറ്റൂ. ദ്രൗപദിക്ക് ഞാൻ വാക്ക് കൊടുത്തിരുന്നു, വില്ലാളി വീരനായ ഒരാള് നിന്റെ കഴുത്തിൽ താലി കെട്ടിയിരിക്കുമെന്ന്. അതെനിക്ക് സാധിച്ചു കൊടുത്തേ പറ്റൂ. എന്നിട്ട് വളരെ ശബ്ദം താഴ്ത്തി രുക്മിണിയോട് പറഞ്ഞു, രുക്മിണി, ഞാൻ നിന്നോട് ഒരു കാര്യവും കൂടെ പറയാം. ഒരു വാക്കും കൂടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. നീ അത് ബലരാമൻ ജ്യേഷ്ഠനോട് പോയി പറയണം. അത് മറ്റൊന്നുമല്ല, ഞാൻ കൊടുത്തിട്ടുള്ള ഈ വാക്കുകളെല്ലാം പറഞ്ഞിട്ട് നീ പറയണം, സത്യവതി മാതാവിന് ഞാൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്. ദ്രൗപദിയുടെ സ്വയംവരത്തിന്റെ അന്ന് പഞ്ചപാണ്ഡവരെ ഞാൻ അവിടെ എത്തിച്ചിരിക്കും എന്നൊരു വാക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ വാക്കും എനിക്ക് പാലിക്കണം. കൃഷ്ണൻ കൊടുത്ത വാക്കു പാലിക്കാൻ വേണ്ടി ഞാൻ ഇവിടുത്തെ യാദവ മുഖ്യന്മാരുടെ യോഗത്തിൽ പറഞ്ഞപ്പോൾ എല്ലാവരും എന്നോട് ധർമ്മത്തിന്റെ നിർവചനം പറയൂ എന്ന് പറഞ്ഞ് ആരും സഹകരിക്കാൻ തയ്യാറായില്ല. ഒരാള് പോലും. യാദവര് ധനത്തിന്റെ ആലസ്യത്തിൽ മുഴുകിക്കഴിഞ്ഞു. എന്റെ ജ്യേഷ്ഠൻ പോലും പുഷ്കര തീർത്ഥം തിരിച്ചു പിടിക്കാൻ എന്നോടൊപ്പം വരാൻ തയ്യാറല്ല എന്ന് പറഞ്ഞു. കാരണം ദുര്യോധനനോടുള്ള സ്നേഹം. അതുകൊണ്ട് രുക്മിണി, ഞാൻ പോവുകയാണ്. എൻ്റെ ഈ സന്ദേശം ബലരാമൻ ജ്യേഷ്ഠനോട് പറയൂ. ഞാനിത് സാധിച്ചിരിക്കും. അതിന് യാദവരെന്നെ സഹായിക്കുന്നില്ലെങ്കിൽ വേണ്ട, എനിക്ക് യാദവരുടെ സഹായം വേണ്ട. എന്നെ സഹായിക്കാൻ വേറെ ആൾക്കാരുണ്ട്. ഞാൻ അവരുടെ സഹായം തേടി ഇത് സാധിക്കാതെ ഈ ദ്വാരകയിലേക്ക് കൃഷ്ണൻ തിരികെ വരില്ല. ഇത് സത്യം. അത്രയും പറഞ്ഞ് കൃഷ്ണൻ
കൊടുങ്കാറ്റ് പോലെ പോയി രഥത്തിലേക്ക് കയറി. അതിശീഘ്രം ആ രഥം അവിടം വിട്ടുപോയി. ആകപ്പാടെ അമ്പരന്ന് പോയി രുക്മിണി ഓടിച്ചെന്ന് ശൈബ്യയെ വിളിച്ചുണർത്തി. അപ്പോൾ ശൈബ്യ പറഞ്ഞു, വേഗം ബലരാമൻ ജ്യേഷ്ഠന്റെ അടുക്കലേക്ക് ചെല്ലൂ. ഞാൻ വേഗം ചെന്ന് ഈ വിവരങ്ങൾ ആരോട് പറയാം? ഞാൻ മാതാവിനോട്, ദേവകി മാതാവിനോടും വസുദേവനോടും പറയാം. അതെ, രുക്മിണി തൻ്റെ വസ്ത്രം പോലും നേരെയാക്കാതെ, മുടി കെട്ടാതെ ബലരാമൻ ജ്യേഷ്ഠന്റെ മുറിയിലേക്ക് പായുകയായിരുന്നു. രുക്മിണി ബലരാമന്റെ മുറിയിലേക്ക് പാഞ്ഞു ചെല്ലുകയായിരുന്നു. ചെന്ന് കതകിന് ശക്തിയായി മുട്ടി. അപ്പൊ രേവതി വന്ന് കതക് തുറന്നു. അപ്പോൾ പറഞ്ഞു, ബലരാമൻ ജ്യേഷ്ഠനെ വിളിക്കൂ, വളരെ അത്യാവശ്യമാണ്. രേവതി ആദ്യം ഒന്ന് മടിച്ചു. കാരണം ബലരാമൻ രാത്രി നന്നായി മദ്യസേവ കഴിഞ്ഞിട്ട് കിടന്നുറങ്ങുകയാണ്. നേരം നന്നായി വെളുക്കാതെ ഉണരാറില്ല. ഇടയ്ക്ക് വെച്ച് വിളിച്ചുണർത്തിയാൽ ബലരാമന്റെ കോപത്തിന് കാരണമായി തീരും. രുക്മിണി പറഞ്ഞു, വിളിച്ചേ പറ്റൂ, കാരണം ഗോവിന്ദൻ പോയി. അങ്ങനെ രേവതി ചെന്ന് ബലരാമനെ കുലുക്കി ഉണർത്തി. ബലരാമനാകട്ടെ വല്ലാത്ത ദേഷ്യം വന്നു. ബലരാമൻ പറഞ്ഞു, എന്താ ഇത്? എന്തിനാണ് എന്നെ വിളിക്കുന്നത്? നോക്കൂ, രുക്മിണി വന്ന് നിൽക്കുന്നു. എവിടെ രുക്മിണി? വരാൻ പറയൂ. അപ്പൊ രുക്മിണി കടന്നു വന്നിട്ട് പറഞ്ഞു, നോക്കൂ, ഗോവിന്ദൻ പോയി. ബലരാമൻ പറഞ്ഞു, ഗോവിന്ദൻ എവിടെ പോയി? അപ്പൊ പറഞ്ഞു, ഗോവിന്ദൻ പുഷ്കര തീർത്ഥത്തിലേക്ക് പോയി. അപ്പൊ ചോദിച്ചു, എന്തിന്? നോക്കൂ ജ്യേഷ്ഠ, കൃഷ്ണൻ വാക്കുകൊടുത്തതാണ് പുഷ്കര തീർത്ഥം തിരിച്ചു പിടിക്കുമെന്ന്. കാർക്കോടകന് വാക്കുകൊടുത്തിട്ടുണ്ട്. ഏത്? നാഗക്കൂട്ടങ്ങളുടെ അടുക്കൽ നിന്ന് യാദവര് പിൻവാങ്ങുമെന്ന്. ദ്രുപദന് വാക്കുകൊടുത്തിട്ടുണ്ട്, ദ്രൗപദിയുടെ സ്വയംവരം നടത്തുമെന്ന്. ദ്രൗപദിക്ക് വാക്കുകൊടുത്തിട്ടുണ്ട്, ധീരനായ ഒരു യോദ്ധാവിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമെന്ന്. അപ്പൊ ബലരാമൻ പറഞ്ഞു, ഇവന്റെ അടുത്ത് ആര് പറയുന്നു കാണുന്നവരുടെ അടുത്തൊക്കെ ചെന്ന് വാക്ക് കൊടുക്കാൻ? ഇവരെന്തിനാ ഓരോരുത്തരടുത്തും ഞാൻ ഇങ്ങനെ വാക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? കൊടുത്തെങ്കിൽ അവൻ പാലിക്കട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, അതിന് ഈ രുക്മിണിയെ എൻ്റെ അടുത്തേക്ക് കൃഷ്ണൻ അവൻ ഓരോരുത്തർക്ക് എന്ന് വാക്ക് കൊടുക്കും. എന്നിട്ട് അവൻ്റെ ഭാര്യമാരെ എൻ്റെ അടുക്കിലേക്ക് പറഞ്ഞു വിടുന്ന എന്തിനാണ് എന്നെ ഉണർത്താൻ? അപ്പൊ രുക്മിണി അതിതീഷ്ണമായി നോക്കി, രേവതിയും അതിതീഷ്ണമായി നോക്കി. നോക്കൂ ജ്യേഷ്ഠ, കൃഷ്ണൻ ധർമ്മത്തിന് വേണ്ടിയാണ് പോകുന്നത്. ഇവിടെ യാദവര് ആലസ്യത്തിലാണ്, മദ്യത്തിന്റെ ആലസ്യത്തിലാണ് ജ്യേഷ്ഠ. രുക്മിണി പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. രുക്മിണി പറഞ്ഞു, നോക്കൂ, നിങ്ങളടുത്ത് എത്ര വട്ടം വന്ന് പറഞ്ഞതാണ്, എത്ര പ്രാവശ്യം നിങ്ങളടുത്ത് വന്ന് പറഞ്ഞതാണ്. നിങ്ങളടുത്ത് വന്ന് പറഞ്ഞില്ലേ കൃഷ്ണനെ സഹായിക്കണമെന്ന്? ജ്യേഷ്ഠൻ വരെ കൈയൊഴിഞ്ഞില്ലേ? ജ്യേഷ്ഠ, എന്നോട് ഒരു കാര്യം പ്രത്യേകം പറയാൻ പറഞ്ഞു. അപ്പൊ ചോദിച്ചു, എന്താണ് ആ കാര്യം? എന്താണെന്നോ? സത്യവതിക്കൊരു വാക്ക് കൊടുത്തിട്ടുണ്ട്. പഞ്ചപാണ്ഡവരെ ദ്രൗപദിയുടെ കല്യാണത്തിന്റെ അന്ന് തിരിച്ചു കൊണ്ടുവരുമെന്ന്. ബലരാമൻ ജ്യേഷ്ഠൻ പറഞ്ഞു, എന്താ? മരിച്ചുപോയവരെ തിരിച്ചു കൊണ്ടുവരുമെന്നോ? ജ്യേഷ്ഠ, കൃഷ്ണൻ ഒരു വാക്ക് പറഞ്ഞാൽ പറഞ്ഞതാണ്. പക്ഷെ നിങ്ങൾ ആരും സഹായിച്ചില്ല എങ്കിൽ കൃഷ്ണനെ സഹായിക്കുന്ന മറ്റുള്ളവരുണ്ട്, അവരുടെ സഹായം തേടി പോകും. ഒന്നുകൂടി പറഞ്ഞു, തൻ്റെ ധർമ്മം നിറവേറ്റാതെ ഇനി ഈ ഭൂമിയിലേക്ക്, ഈ ദ്വാരകയിലേക്ക് കൃഷ്ണൻ കാലുകുത്തുകയില്ല എന്ന് പറഞ്ഞു. നിങ്ങളെ എത്ര കണ്ട് ബഹുമാനിച്ചു ജ്യേഷ്ഠ, നിങ്ങളെ എത്ര കണ്ട് സ്നേഹിച്ചു. എന്നിട്ട് ആപത്ത് വന്നപ്പം നിങ്ങളും കൈയൊഴിഞ്ഞു. പെട്ടെന്ന് രുക്മിണി ബോധരഹിതയായി വീണു. രേവതി വന്ന് വെള്ളം ഒഴിച്ചു. ബലരാമൻ ഒരു കുടം വെള്ളമെടുത്ത് തൻ്റെ തലവഴിയെ ഒഴിച്ചു. കാരണം തലേന്നത്തെ മദ്യത്തിൻ്റെ കെട്ട് തനിക്ക് പോയിട്ടില്ല. അപ്പോൾ ബലരാമൻ ചിന്തിക്കുകയാണ്, മരിച്ചുപോയ പാണ്ഡവര് തിരിച്ചു വരുന്നെന്നോ? അങ്ങനെയാണെങ്കിൽ പാണ്ഡവര് തിരിച്ചു വരികയാണെങ്കിൽ അവർക്ക് ഹസ്തിനപുരത്തിൽ അധികാരം കിട്ടും. അങ്ങനെയെങ്കിൽ അവർ കൃഷ്ണനെ വിട്ടു നിൽക്കില്ല. യാദവരും പാണ്ഡവരും ചേർന്നാൽ
അതൊരു വൻ ശക്തിയായിട്ട് മാറും. പിന്നെ മരിച്ചുപോയ പാണ്ഡവർ തിരിച്ചു വരുന്നത് ദഹിക്കുന്നില്ല. എങ്കിലും കൃഷ്ണൻ വെറുതെ പറയില്ല, അവൻ ബുദ്ധിമാനാണ്. അപ്പോൾ ബലരാമൻ പറഞ്ഞു, ശരിയാണ്, എനിക്കൊരു തെറ്റുപറ്റി. ബലരാമൻ തൻ്റെ ശംഖെടുത്ത് ഉച്ചത്തിൽ മുഴക്കി. അത് കേട്ട ആളുകൾ പരിഭ്രാന്തരായി. കാരണം ബലരാമൻ അങ്ങനെ ഇങ്ങനെ ഒന്നും തൻ്റെ ശംഖു മുഴക്കാറില്ല. അപ്പോഴത്തേക്കും സൈനിക തലവന്മാരും വസുദേവനും ദേവകിയും അക്രൂരനും എല്ലാം ഓടിയെത്തി. പതിവില്ലാതെ എന്തുകൊണ്ടാണ് ബലരാമൻ ഇങ്ങനെ ശംഖു മുഴക്കുന്നത്? ബലരാമന്റെ മനസ്സിലൂടെ ഓരോന്ന് കടന്നുപോയി. ശരിയാണ്, കൃഷ്ണൻ അവനെ പിച്ച വെച്ച് നടക്കാൻ പഠിപ്പിച്ചത് ഞാനാണ്. എൻ്റെ കയ്യിൽ പിടിച്ചാണ് അവൻ നടന്നിട്ടുള്ളത്. അവൻ്റെ കാലിൽ ഒരു മുള്ളു കൊള്ളാതെ ഞാൻ അവൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അവൻ്റെ എല്ലാ കുസൃതിത്തരത്തിനും ഞാൻ കൂടെ നിന്നിട്ടുണ്ട്. എന്നിട്ട് ഇന്നത്തെ ദിവസം അവൻ എന്നോട് പറഞ്ഞു പുഷ്കര തീർത്ഥം പിടിച്ചെടുക്കണമെന്ന്. ഞാൻ അതിന് സമ്മതിച്ചില്ല. ഞാൻ തെറ്റാണ് ചെയ്തത്. എല്ലാവരും വന്നപ്പോൾ ബലരാമൻ പൊട്ടിത്തെറിച്ചു. നോക്കൂ, നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് കൃഷ്ണനെ ഇവിടെ നിന്ന് ഓട്ടിച്ചു. നിങ്ങൾ മദ്യത്തിലും സുഖാലസ്യത്തിലും മുഴുകിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ സത്രാജിത്താണ് ആപത്ത് വിതയ്ക്കുന്നത്. സത്രാജിത്തിന്റെ കയ്യിൽ ഒരു സെമന്തകമുണ്ട്. അതുകൊണ്ട് തൊടുന്നതെല്ലാം സ്വർണമാകും. അത് വെച്ച് കയാളി യുവാക്കളെ മുഴുവൻ വീട്ടിലേക്ക് ആകർഷിച്ചു മദ്യത്തിനകത്തും മുഴുകിക്കഴിയുകയാണ് അയാള്. നിങ്ങളൊക്കെ ഇവിടെ എന്താ തീരുമാനിക്കുന്നത്? കൃഷ്ണൻ പൊയ്ക്കഴിഞ്ഞു. ദേ നോക്കൂ, ഞാൻ അഗ്രവനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ആരോ പറഞ്ഞു, നമുക്ക് യോഗം വിളിച്ചു കൂട്ടാം. ബലരാമൻ പറഞ്ഞു, യോഗം? എന്തിന് യോഗം? വേണമെങ്കിൽ വിളിച്ചു കൂട്ടിക്കൊള്ളൂ. അതിരഥന്മാരെ, സൈനിക തലവന്മാരെ വേഗം രഥം റെഡിയാക്കിക്കൊള്ളൂ. ഞാനിതാ അഗ്രവനത്തിലേക്ക് പോവുകയാണ്. സോമനാഥനാണ് സത്യം. ഞാൻ പുഷ്കര തീർത്ഥം പിടിച്ചെടുത്തിരിക്കും. ഒരു നിമിഷം നിന്നിട്ട് ബലരാമൻ പറഞ്ഞു, ഒന്നുകൂടി ഞാൻ പറയുന്നു, കൃഷ്ണൻ ദ്വാരകയിൽ കാല് കുത്തുന്നത് വരെ ഇനി ഞാൻ മദ്യപിക്കില്ല. മദ്യപിച്ചത് കൊണ്ടാണ് എനിക്ക് കൃഷ്ണന്റെ വാക്കുകൾ അനുസരിക്കാൻ പറ്റാതെ പോയത്. എന്നിട്ട് പറഞ്ഞു, വരുന്നവർക്കെല്ലാം എന്നോട് വരാം. സൈന്യാധിപന്മാരെല്ലാം ശരിയായി. നിരവധി രഥങ്ങൾ നിരന്നു. അതിനകത്തേക്ക് യാദവ സൈന്യങ്ങൾ കയറി. ബലരാമനും കയറി. അതേ ബലരാമനും കൂട്ടരും കൃഷ്ണനെ പിന്തുണയ്ക്കാനായി പായുകയാണ്. അഗ്രവനത്തിലേക്ക് പായുകയാണ്. ഈ സമയത്ത് സാത്യകിക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. സാത്യകി തൻ്റെ അമ്മാവന്റെ വീട്ടിൽ ചെന്നു. അവിടെ കുറേ നേരം സംസാരിച്ചിരുന്നതിന് ശേഷം സാത്യകി സ്വന്തം വീട്ടിലേക്ക് പോകാനിറങ്ങി. രഥവുമായി വന്നവനെ പറഞ്ഞയച്ചിട്ട് പറഞ്ഞു, നീ നാളെ രാവിലെ വരണം, എനിക്ക് കൃഷ്ണനോടൊപ്പം പോകാനുള്ളതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഒറ്റയ്ക്ക് നടന്നു വരികയാണ്. ഇനി 2 തെരുവുകൾ കൂടി നടന്നാൽ ആരുടെ വീടായി? സാത്യകിയുടെ വീടായി. ആ സമയത്ത് പുറകിൽ നിന്നൊരു വിളി കേട്ടു, സാത്യകി. അപ്പോൾ അവിടെ കുറെ ഇരുട്ടുണ്ട്. അപ്പോൾ അടുത്തു വന്നു. അപ്പോൾ ശബ്ദം കേട്ടപ്പോൾ മനസ്സിലായി മറ്റൊരു സൈന്യത്തിലെ അധിപനായ ജയസേനനാണത്. ജയസേനനും സാത്യകിയും തമ്മിൽ അത്ര ചേർച്ചയിലല്ല. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 2 പേരും കൂടെ ഒന്ന് ഏറ്റുമുട്ടിയായിരുന്നു. അപ്പൊ ജയസേനൻ വന്നിട്ട് അല്പം സൗഹൃദം ഭാവിച്ചിട്ട് പറഞ്ഞു, അല്ല, ഈ സാത്യകിയെ പോലെയുള്ള വലിയ സൈന്യാധിപൻ ഈ അർദ്ധരാത്രി ഇങ്ങനെ ഒറ്റയ്ക്ക് നടക്കുന്നത് ശരിയല്ല കേട്ടോ. അപ്പോൾ സാധാരണഗതിയിൽ സന്ധ്യ കഴിഞ്ഞാൽ യാദവന്മാര് വീടുകളിൽ തിരിച്ചെത്തിയിട്ട് അവര് മദ്യപാനവും പകിടകളിയും ഒക്കെ തുടങ്ങുകയും ചെയ്യും. അപ്പൊ സാത്യകി അല്പം പുച്ഛഭാവത്തിൽ പറഞ്ഞു, ഞാൻ മദ്യപിക്കാറില്ല, പകിട കളിക്കാറുമില്ല. അപ്പോൾ പറഞ്ഞു, ചങ്ങാതി, മദ്യപിക്കുകയും പകിട കളിക്കുകയും ചെയ്യാത്ത നിങ്ങളൊക്കെ എന്തൊരു സൈന്യാധിപനാണെന്നേ. എന്നിട്ട് പറഞ്ഞു, എങ്ങോട്ട് പോകുന്നു? ഞാൻ വീട്ടിലേക്ക് പോകുന്നു.
ജയസേനൻ പറഞ്ഞു, ഞാനും അങ്ങോട്ടേക്കാണ്, നമുക്ക് സംസാരിച്ചു കൊണ്ടുപോകാം. സാത്വികിക്ക് ഇഷ്ടമല്ല ജയസേനൻ കൂടെ വരുന്നത്. എങ്കിലും ഒരാൾ സൗഹൃദത്തിൽ പറയുമ്പോൾ എന്ത് ചെയ്യാനായിട്ട് പറ്റും? അപ്പോൾ പതുക്കെ ജയസേനൻ പറഞ്ഞു, സാത്വികി, നിങ്ങൾ എന്തിനാണ് ഈ കൃഷ്ണന്റെ കൂടെ ഇങ്ങനെ നടക്കുന്നത്? കണ്ടില്ലേ, ദ്രൗപദിയെയും നിങ്ങൾക്ക് ഇനി കിട്ടില്ല, ആ കൃഷ്ണനും എടുക്കുന്നില്ല ദ്രൗപദിയെ, നിങ്ങൾക്കും കിട്ടില്ല. അപ്പോൾ സാത്വികി അതിന് മറുപടി പറഞ്ഞില്ല. കാരണം ജയസേനനെ അത്രയ്ക്ക് ഇഷ്ടമല്ല സാത്വികിക്ക്. അങ്ങനെ അവര് നടന്ന് അടുത്ത തെരുവിന്റെ മൂലയിലെത്തി. അവിടെ കട്ട പിടിച്ച ഇരുട്ടാണ്. ആ സമയത്ത് ജയസേനൻ തൻ്റെ തോളിൽ കൈകൾ വെച്ചു. അത് തട്ടിമാറ്റാൻ ശ്രമിക്കുന്നതിന് മുമ്പ് മിന്നൽ വേഗത്തിൽ ആരൊക്കെയോ ചേർന്ന് സാത്വികിയെ ബലമായി പിടിച്ചു. കൈയും കാലും അങ്ങ് കെട്ടിയിട്ടു. സാത്വികി കുതറി മാറാൻ തുടങ്ങി. അപ്പോഴാണ് സാത്വികിക്ക് മനസ്സിലായത് കുറേ പേരുണ്ടെന്ന്. പെട്ടെന്നൊരാൾ വന്നു, ഒരു ചാക്കെടുത്ത് സാത്വികിയുടെ പുറത്തേക്കിട്ടു. എന്നിട്ട് ഒരാൾ വന്ന് സാത്വികിയുടെ വായ്ക്കകത്ത് തുണി കുത്തിക്കയറ്റി ശബ്ദം പുറത്തു വരാതിരിക്കാൻ. എന്നിട്ട് നല്ല ബലിഷ്ഠകായകനായ ഒരാള് സാത്വികിയെ ചുമന്നുകൊണ്ട് പോകാൻ തുടങ്ങി. സാത്വികി കുതറാൻ നോക്കി, രക്ഷയില്ല. സാത്വികി അല്പനേരം അടങ്ങിയിരുന്നു. അവസരം കിട്ടട്ടെ, അവസരം കിട്ടുമ്പോൾ വേണം ഇവിടെ നിന്ന് രക്ഷപ്പെടാനായി. സാത്വികി ഓരോ ചലനങ്ങളും ശ്രദ്ധിച്ചു. അവിടുത്തെ ഓരോ തെരുവും സുപരീതമാണ്. ഇവൻ അവിടെ നിന്ന് എങ്ങോട്ടേക്ക് പോകുന്നു, എങ്ങോട്ടേക്ക് തിരിയുന്നു. ഒടുവിലൊരു രഥത്തിൽ കയറി. ആ രഥം ചെന്ന് നിന്നപ്പോൾ സാത്വികിക്ക് മനസ്സിലായി അത് രൈവതക പർവ്വതമാണ്. രൈവതക പർവ്വതത്തിൽ പോകുമ്പോൾ മാത്രമേ ഇങ്ങനെ ഒരു കുലുക്കവും കാര്യങ്ങളും അനുഭവപ്പെടൂ. അതെ, അവിടെ സൈന്യാധിപന്മാരുടെ കോട്ടകളുള്ള സ്ഥലമാണ്. ആരാണ് ഇതിൻ്റെ പിന്നിൽ? സാത്വികി ചിന്തിച്ചു. ജയസേനൻ അതിനുള്ള ധൈര്യമില്ല. ശ്രീകൃഷ്ണന്റെ മുഖ്യ സൈന്യാധിപനെ, ദ്വാരകയുടെ മുഖ്യ സൈന്യാധിപനെ ഇതുപോലെ ചാക്കിട്ട് പിടിച്ചു കൊണ്ടുപോകാൻ ജയസേനന് കഴിവില്ല. ഇത് മറ്റാരുടെയോ ഉത്തരവനുസരിച്ച് ജയസേനൻ ചെയ്യുന്നതാണ്. അവിടെ വെച്ച് പർവ്വതത്തിന്റെ, രൈവതക പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ വെച്ച് സാത്വികിയെ അവർ ഒരു പല്ലക്കിലേക്ക് കയറ്റി. ആ പല്ലക്കിൽ കുറെ ദൂരം കൊണ്ടുപോയി. അതിനുശേഷം കുറച്ചു പേര് സാത്വികിയെ ചുമന്നുകൊണ്ടുപോയി. ഇപ്പോൾ ഏതോ ഒരു മണിമാളികയിലെത്തി. എവിടെയൊക്കെയോ കടന്ന് ഒരു ഗുഹയ്ക്കകത്ത് കൊണ്ടുവന്ന് വെച്ചു. എന്നിട്ട് സാത്വികയുടെ ഈ തലയിൽ നിന്ന് ചാക്കുകെട്ട് മാറ്റി. കൈയുടെയും കാലിന്റെ ബന്ധനവും മാറ്റി. കൈയുടെ ബന്ധനം മാറ്റിയില്ല. എന്നിട്ട് അവരാ വാതിലടച്ചിട്ട് പോയി. സാത്വികി നോക്കിയപ്പോൾ അവിടെ എഴയുന്ന പക്ഷികളും പൂച്ചികളും ഒക്കെ ഉണ്ട്. എവിടെയാണെന്നറിയാൻ വയ്യ. അവിടെ ഒരു ചെറിയ സുഷിരത്തിലൂടെ ചന്ദ്രന്റെ രശ്മികൾ കടന്നു വരുന്നു. അപ്പം നേരം രാത്രിയായിരിക്കുന്നു. സാത്വികിക്ക് വിശപ്പും ദാഹവും, കുടിക്കാൻ വെള്ളമില്ല, കഴിക്കാൻ ആഹാരമില്ല. ഇവരെന്തിനാണ് തന്നെ കൊണ്ടുവന്നത്? അടുത്ത ദിവസം സൂര്യകിരണങ്ങൾ വന്നു. അപ്പോൾ സാത്വികിക്ക് മനസ്സിലായി നേരം വെളുത്തു. എന്നിട്ടും ആരും വരുന്നില്ല അങ്ങോട്ടേക്ക്. ഒരാൾ പോലും വരുന്നില്ല. അപ്പോഴേക്കും സൂര്യന്റെ പ്രഭ നല്ലതുപോലെ പരന്നു എന്ന് മനസ്സിലായി. ഗുഹയിലേക്ക് വെളിച്ചം കൂടി വന്നു. അപ്പൊ സാത്വികിക്ക് മനസ്സിലായി നേരം ഉച്ചയായി. ആരോ തൻ്റെ അടുക്കലേക്ക് വരുന്നതായി തോന്നി. ആ കതവുകൾ തുറന്നു. സാത്വികിക്ക് മനസ്സിലായി ആരോ തന്നെ കൊല്ലാൻ വരികയാണ്. ഒരാക്രമണത്തെ നേരിടാനുള്ള തയ്യാറെടുപ്പോടെ സാത്വികി ഒതുങ്ങി നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ തൻ്റെ അടുക്കലേക്ക് ആരോ നടന്നു വരുന്നു. അപ്പോൾ ഒരു ചിലങ്കയുടെ ശബ്ദം കേൾക്കുന്നു. എന്ത്? തന്നെ തട്ടിക്കൊണ്ടുപോയത് ഒരു സ്ത്രീയാണോ? ആ സ്ത്രീ അടുത്തു വന്നിട്ട് പറഞ്ഞു, സാത്വികി, നിങ്ങൾ പുറത്തേക്ക് വരൂ. നിങ്ങൾ എന്നെ ഭയക്കുന്നത് എന്തിന്? ഞാൻ ഒരു സ്ത്രീയല്ലേ? അപ്പോൾ സാത്വികി പതുക്കെ നടന്ന് പുറത്തേക്ക് വന്നു. പുറത്തേക്ക് വന്നപ്പോൾ അസാധാരണ സൗന്ദര്യമുള്ള ഒരു സ്ത്രീ രൂപം.
സാത്യകിക്ക് തന്നോട് തന്നെ ഒരു ലജ്ജ തോന്നി. ഏയ്, ഈ സാത്യകിയെ ഒരു സ്ത്രീ തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു, ഒരു സ്ത്രീ തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നു. ഈ സ്ത്രീയാണ് ജയസേനനെ വിട്ടത്. എന്തിനാണ് ഈ സ്ത്രീ സാത്യകിയെ തട്ടിയെടുത്തത്? സാത്യകിയെ, കൃഷ്ണന്റെ വലം കൈയായ സാത്യകിയെ, കൃഷ്ണന്റെ സർവസ്വവുമായ സാത്യകിയെ തട്ടിയെടുത്ത ഈ യുവതി ആരാണ്? ഈ സുന്ദരിയായ യുവതി ആരാണ്? അവരുടെ ഉദ്ദേശം എന്താണ്? എന്തിനാണ് അവര് സാത്യകിയെ തട്ടിയെടുത്തത്? എന്ത് കാര്യത്തിനാണ് സാത്യകിയെ തട്ടിയെടുത്തത്? അതെ, ഈ സ്ത്രീ കഥാപാത്രം ഇതിൽ നിർണായക സ്വാധീനമുള്ളതാണ്. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കഥാപാത്രം രംഗപ്രവേശം ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കഥാപാത്രം ഇതിൽ പ്രമുഖ പങ്ക് വഹിക്കാൻ പോവുകയാണ്. ആരാണ് സാത്യകിയെ തട്ടിയെടുത്ത സ്ത്രീ? ഒരു സ്ത്രീ തട്ടിയെടുത്തിരിക്കുന്നു. കൃഷ്ണന്റെ വലം കൈയായ സാത്യകിയെ തട്ടിയെടുക്കാൻ ധൈര്യം കാണിച്ച സ്ത്രീ ആര്? ദ്വാരകയുടെ അധിപനായ, സർവദ്വാരകയുടെയും രക്ഷാസേനകന്റെ സൈന്യ തലവനായ സാത്യകിയെ തട്ടിയെടുത്തുകൊണ്ടുവരാൻ ധൈര്യം കാണിച്ച സ്ത്രീ ആര്? സാത്യകിയെ തൊട്ടെന്നറിഞ്ഞാൽ കൃഷ്ണന്റെ ചക്രം അവരുടെ ശിരസ് ഭേദിച്ചിരിക്കും. അത് അറിഞ്ഞു വെച്ചിട്ടും സാത്യകിയെ തട്ടിയെടുത്ത ആ സ്ത്രീ ആര്? നിങ്ങൾ കാത്തിരിക്കുന്ന ഒരു കഥാപാത്രം ഇതാ രംഗപ്രവേശം ചെയ്യാൻ പോവുകയാണ്. രാധയുടെ പ്രണയത്തിൽ കാത്തിരിക്കൂ അടുത്ത ചൊവ്വാഴ്ചത്തേക്ക്. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ക്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.